ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിലെ മറ്റൊരു ഭാഷയിലും നോവലിസ്റ്റുകൾ, കഥാകൃത്തുക്കൾ, കവികൾ എന്ന് പറഞ്ഞ പ്രത്യേകമായി എഴുത്തുകാരെ തിരിക്കുന്ന ഒരു രീതിയില്ല. ഇത് അനേകം പ്രദേശങ്ങളിലൂടെ ഇന്ത്യയിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ എനിക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയുന്നുണ്ടാവില്ല, യു ആർ അനന്തമൂർത്തി ഒരു ഗംഭീരനായ കവിയാണ് എന്ന്. കവിയാണ്, കഥാകൃത്താണ്, നോവലിസ്റ്റാണ്. അതിനെല്ലാം ഉപരി എന്ന് പറയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മഹാചിന്തകനുമാണ്. ഇത് നാം ആദരിക്കുന്ന ഒരുപാട് എഴുത്തുകാരെ സംബന്ധിച്ച് ശരിയാണ്. അവരെ ആരും അതിന് കുറ്റപ്പെടുത്തുകയോ തങ്ങളുടെ സവിശേഷ മേഖല വിട്ട് അതിർ ലംഘിച്ചതിൻ്റെ പേരിൽ തടവറയിലിടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നാമും ഒരുപക്ഷെ ആ തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭാഷയിൽ ചെയ്യുന്ന ഈ പല രീതികളിലുള്ള കൊത്തുപണികളെ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായും പറയുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആത്യന്തികമായ പണിയായുധം അപ്പോഴും ഭാഷ തന്നെ ആയിരിക്കുന്നു.